ചോദ്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മറുത്തൊന്നും പറയാതെ മൂളുന്നവളെ ആ അവസ്ഥയിലും ആദ്യൊരു കൗതുകത്തോടെ നോക്കി. കാർ ലോക്ക് മാറ്റി ഇറങ്ങുന്നതിന് മുമ്പേ കാറിന്റെ പിൻസീറ്റിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നൊരു ടീഷർട്ട് കൂടി എടുത്തിട്ടവൻ ആദ്യ പുറത്തേക്ക് ഇറങ്ങിയതും ചുറ്റും കൂടുന്നവരുടെ എല്ലാം നോട്ടം അവനിലേക്കും കാറിനുള്ളിലേക്കുമായി. അവൾക്ക് നേരെ ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കാൻ കാറടച്ച് ഡോർ വീണ്ടും ലോക്ക് ചെയ്തവൻ. ആഹാ, പൊതുവഴിയിൽ കാർ നിർത്തിയിട്ട് എന്തായിരുന്നോ പരിപാടി? കൂടെ നിൽക്കുന്നവരിൽ നേതാവെന്ന് തോന്നിക്കുന്ന ആളുടെ വകയാണ് ചോദ്യം. കാറൊന്ന് കേടായി. തീർത്തും ശാന്തമായി തന്നെയായിരുന്നു അവന്റെ മറുപടി. ഒച്ചയിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഭയക്കുന്നത് അകത്തിരിക്കുന്നവളാവുമെന്ന് അവനും അറിയാം. അകത്തിരിക്കുന്ന കൊച്ചേതാടാ, അവളെ കൂടി ഇങ്ങോട്ട് വിളിക്ക്. കുറച്ച് വർഷം നോട്ടത്തോടെ മറ്റൊരാളുടെ വകയാണ് ചോദ്യം. ആദിയുടെ മുഷ്ടിയിലുണ്ട്. എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല സാറിന്? കാറ് കേടാന്ന് പറഞ്ഞ് വഴി കിടന്ന് കാണിച്ചു കൊടുക്കുന്ന തോന്നിവാസം ഇവിടെ ആരും വെച്ചു കൊടുക്കില്ല. അടുത്ത നിമിഷം അയാൾക്ക് നേരെ ചെന്ന ആദിയെ പോലീസ് തടഞ്ഞു. കയ്യാങ്കളിയൊന്നും വേണ്ട സാറേ, അത് സാറിനകത്തിരിക്കുന്നവൾക്ക് തന്നെയാ കുഴപ്പം. കോൺസ്റ്റബിൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യം അയാളെ ദേഷ്യത്തോടെ നോക്കി. ഇതൊരു നാട്ടിൻപുറാണ്, ഇവിടെ ഇതുപോലുള്ള അനാശാസം ഒന്നും വെച്ചുറപ്പിക്കാനാവില്ല. പറഞ്ഞു പറഞ്ഞ സംഗതി വഷളായിക്കൊണ്ടിരുന്നു. ആ കൊച്ചിനെ വിളിക്ക് സാറേ, ഉണ്ടായതെന്നാണ് ഞങ്ങൾ ചോദിക്കാം. പറഞ്ഞത് അയാൾക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം മുഷ്ടിയിട്ടെണ്ണം കൊടുത്തു ആദി. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടതും ആദിക്ക് നേരെ ചെല്ലാൻ ഒരുങ്ങിയവരൊന്നും മടിച്ചു. കോൺസ്റ്റബിളിനും പേടി തോന്നി. മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവം എന്തും ചെയ്യാവനെന്ന് ഉറപ്പായി അയാൾക്ക്. അടുത്ത നിമിഷം അയാളുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നിരുന്നു. ഫോൺ എടുത്ത് അപ്പുറത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കെ അയാൾ ഉമിനീരിറക്കിക്കൊണ്ട് ആദിയെ നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ പൂച്ചച്ചിരിയോടെ നിൽക്കുന്നവൻ. കോൾ അവസാനിച്ചു കഴിഞ്ഞതും ഭയത്തോടെ തന്നെ ആദിയുടെ അരികിലേക്ക് ചെന്നു. സോറി സർ, ഞാൻ ആളറിയാതെ, പൊറുക്കണം. എല്ലാത്തിനും മുന്നിൽ നിന്ന് ആളുടെ മാപ്പറച്ചിൽ കേൾക്കെ കൂടിയുന്നവരുടെ എല്ലാം ആവേശവും കിട്ടു. ക്ഷമിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ സർ? എന്റെ അവളുടെയും കല്യാണം ഇപ്പൊ ഇവിടെ വെച്ച് താൻ നടത്തണം. കാര്യമായി തന്നെ പറയുന്നവനെ അയാൾ കണ്ണുമിഴിച്ച് നോക്കി. മനസ്സിലായില്ലേ? ആദി വീണ്ടും ചോദിച്ചു. വേഗം തലയാട്ടി കാണിച്ചയാൾ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. താലി വാങ്ങാനുള്ള പൈസ കൊടുത്ത ആളെ വിട്ടതും ആദിയാണ്. എത്രയും വേഗം അവളെ സ്വന്തമാക്കണമെന്ന സ്വാർത്ഥത തന്നെയാണ് അവനിൽ മുന്നിട്ട് നിന്നത്. ഇനി ഒരു ചെറിയ അകലം പോലും ആഗ്രഹിക്കാത്ത വിധം മനസ്സിൽ തറഞ്ഞു പോയിരുന്നവൾ പിന്നെ എങ്ങനെ വിട്ടുകളയും? ചെയ്യുന്നത് കുറച്ച് തറവേലയാണെന്നറിഞ്ഞിട്ട് ആദിയുടെ മുന്നിൽ ആ നിമിഷം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തു നടക്കുന്ന എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയത്. അതിന്റെ ഭയവും സങ്കടവും ആവോളം പെണ്ണിനുണ്ട്. നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങളെ കുറിച്ച് അവൾക്ക് അറിയുന്നതാണല്ലോ. അരുതാത്തൊന്നും സംഭവിക്കലേ കണ്ണാ, മനസ്സിൽ പ്രാർത്ഥിച്ചവൾ. എല്ലാം റെഡിയായ നിമിഷം തന്നെ ആദ്യ കാറിനുള്ളിലേക്ക് കയറി മീരയോട് പറഞ്ഞു. പെണ്ണൊരു ഞെട്ടലോട് അവനെ നോക്കി. കല്യാണം നടത്താതെ നമ്മൾ അവരിവിടുന്ന് വിടില്ല പോ. ദയനീയമായി പറയുന്നവൻ അവൾക്കുള്ളിലും സങ്കടം നിറച്ചു. എല്ലാം താൻ കാരണമാണ്. തന്നെ രക്ഷിച്ചും സഹായിച്ചുമാണ് അവൻ ഈ അവസ്ഥ വന്നത്. സ്വയം കുറ്റപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പെണ്ണിന്റെ മിഴികൾ തോരാതെ പെയ്തു. അതാദിയിൽ വേദന നിറച്ചെങ്കിലും അതിനു മുകളിലായിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം. മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ പെണ്ണിന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരയില്ലേ അപ്പു, ഞാനില്ലേ? എന്നെ വിശ്വാസമില്ല നിനക്ക്? കണ്ണുനീരിൽ കുതിർന്ന മുഖം ഇരുകൈയിലുമായി വാരിയെടുത്ത് ആർദ്രമായൊരു ചോദ്യം. മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് അവന്റെ മിഴികളിൽ കുടുങ്ങി നിന്നു. ഇത്രമാത്രം വിശ്വാസം അവനോട് തോന്നാനുള്ള കാരണം എന്താണെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഇനി ഈ ലോകത്തെ തന്റെ അപ്പയോളം വിശ്വാസം അവനോടും തോന്നുന്നുണ്ട്. കാരണങ്ങൾ ഏതുമില്ലാത്ത അടുപ്പം, സ്നേഹം, അങ്ങനെ എന്തൊക്കെയോ. ആദിയുടെ കൈ പിടിച്ച് കാറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആരെയും മുഖമുയർത്തി നോക്കിയില്ല പെണ്ണ്. അവരിപ്പോൾ തന്നെ കാണുന്ന രീതി അതെന്താവുമെന്ന് അവൾക്കറിയാം. ആദിയുടെ പുറകിലായി ഒതുങ്ങി നിൽക്കുന്നവളെ വെറുതെ പോലും നോക്കാനുള്ള ധൈര്യം അവിടെ ആർക്കും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഓർമ്മകളിൽ നിന്നുണരുമ്പോൾ ആദ്യ ഒരു ചിരിയോടെ അവളെ നോക്കി. ആരെയും നോക്കാതെ മുഖം കുനിച്ച് നിൽക്കുന്നവൾ. കഴുത്തിൽ അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി. ഉള്ളു നിറയുന്ന ഒരു സന്തോഷം അവൻ അറിഞ്ഞു. പെണ്ണിന്റെ ആ നിൽപ്പിൽ അവന് പാപം തോന്നിയെങ്കിലും അതായിരുന്നു ആ നിമിഷം അവന്റെ ശരി. എല്ലാം കഴിഞ്ഞത് ആ പോലീസുകാരൻ തന്നെയാണ് അവർക്ക് പോകാൻ മറ്റൊരു ടാക്സി ഏർപ്പാട് ചെയ്തു കൊടുത്തത്. ഒന്നും മിണ്ടാതെ ആദിയുടെ നെഞ്ചോട് ചേർന്നിരുന്നതേ ഉള്ളൂ അപ്പു. ഇനി നടക്കാൻ പോകുന്നത് എന്താവുമെന്നോർക്കെ അവൾക്കുള്ളമൊന്ന് വിറച്ചു. അരികിൽ സീറ്റിലേക്ക് ചാരി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നവനെ വേദനയോടെ നോക്കിയവൾ. എല്ലാവനോട് പറയാനായി അവനെ വിളിക്കാൻ ഒരുങ്ങിയ നിമിഷം കാറൊന്ന് ബ്രേക്ക് പിടിച്ച് നിന്നു. ഒന്ന് മുന്നോട്ടാഞ്ഞു പോയെങ്കിലും തലയിടിക്കാതെ അവളെ പൊതിഞ്ഞു പിടിച്ചവൻ. കാറിന് മുന്നിലായി കുറുകെ നിർത്തിയിരിക്കുന്ന വാനിൽ ആദിയുടെ മിഴികൾ പതിച്ചതും ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിയവൻ. കണ്ണുകൾ വന്യമായി തിളങ്ങി. അവനിലെ ഭാവമാറ്റം അറിയെ പകച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കിയവൾ. അത്ര നേരം തന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നവന്റെ മറ്റൊരു മുഖം, ആ കണ്ണുകളിലെ ക്രൗര്യഭാവം.
ഉമിനീരിറക്കിക്കൊണ്ട് അവനെ ഉറ്റുനോക്കി മീര. ആദ്യേട്ടാ. പതിയെ, അത്രയും പതിയെയുള്ള ശബ്ദം. ആദിയുടെ നിമിഷം കൊണ്ട് അവളെ ഞെട്ടി നോക്കി. ആദ്യമായി അവൾ തന്നെ വിളിച്ച നിമിഷം. കാതിലൂടെ ആ കുഞ്ഞു ശബ്ദം ഹൃദയം തുളച്ച് കയറിയതുപോലെ. അത്ഭുതത്തോടെ മുഖം കുനിച്ച് അവളെ നോക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവന്റെ കണ്ണ് നിറഞ്ഞു. ഏതോ മുജ്ജന്മ ബന്ധം പോലെ ഓരോ നിമിഷം അവളോടുള്ള പ്രണയം അവനെ വരിഞ്ഞു മുറുക്കി. നിമിഷ നേരം കൊണ്ടുള്ള അവന്റെ ഭാവമാറ്റം, ഉള്ളിലെ ഭയം പോലും മറന്നുകൊണ്ട് അവനെ കൗതുകത്തോടെ നോക്കി മീര. നിറയുന്ന ആ കണ്ണുകൾ തന്നെ നോവിക്കുന്നത് പോലെ കവിളിനെ നനച്ചുകൊണ്ട് അവ പെയ്തിറങ്ങുന്നതിന് മുമ്പ് കൈ ഉയർത്തി തുടച്ച് നീക്കിയവൾ. ആദിയുടെ മിഴികൾ വീണ്ടും ഒന്ന് വിടർന്നു. ഞാൻ ആദ്യം എന്തോ പറയാനൊരുങ്ങിയ നിമിഷം തന്നെ മുന്നിലെ വാനിൽ നിന്ന് ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവർ കയ്യിൽ കരുതിയ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അകന്നുപോയ ദേഷ്യം 10 മടങ്ങായി വീണ്ടും അവനിലേക്ക് ഇരച്ചു കയറി. ഞാനിപ്പോ ഒരപ്പു. മുന്നിൽ നിരനിൽക്കുന്ന ആളുകളെയും അവരുടെ കയ്യിൽ ആയുധങ്ങളും കണ്ട് ഭയത്തോടെ ആദിയിലേക്ക് ചേർന്നവൾ അവന്റെ വാക്കുകൾ കേൾക്കെ ഒരു ഞെട്ടലോട് അവനെ നോക്കി. വേണ്ട ആദിയേട്ടാ, വേണ്ട ആദിയേട്ടൻ. അവര് പേടിയോടെ ശക്തിയോടെ അവനെ മുറുകെ പിടിച്ചവൾ. ആദിക്ക് ആ നിമിഷം അവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോവാനാണ് തോന്നിയത്. എന്നും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ, മറ്റാരുമില്ലാത്ത എവിടേക്കെങ്കിലും അവളുമായി ഓടി ഒളിക്കാൻ. പെണ്ണിന്റെ ആ വാക്കുകളിൽ പോലും തന്നോടുള്ള സ്നേഹമാണ്, തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ്. ആദി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. എന്റെ അപ്പുവല്ലേ, ആദ്യേട്ടൻ പോയിട്ട് അവരെ ഒന്ന് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വിരുമ്പിൽക്കുന്ന കുഞ്ഞു ചുണ്ടിലായൊന്ന് അമർത്തി ചുംബിച്ചവൻ. ആ അവസ്ഥയിലും പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. ഇങ്ങനെ നോക്കല്ലേടി, ഞാൻ വല്ലതും ചെയ്തു പോവും. ഒരിക്കൽ കൂടി കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ പിടഞ്ഞുകൊണ്ട് ചുവന്നു പോയ മുഖം അവനിൽ നിന്നും മറക്കാനായി ശ്രമിച്ചവൾ. അവളിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര നേരമുള്ള പുഞ്ചിരി അവനിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു.